അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കുർത്തി കട്ട് ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കുർത്തി മെറ്റീരിയൽ. കണ്ടോ, ഈ ഒരു ഡിസൈൻ ഒരു വള്ളി പോലെ വന്നിട്ട് അതുമ്പോൾ കുറച്ച് ഇലകൾ പോലെ, അതിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് മുകളിലേക്ക് നിൽക്കും. കണ്ടോ, അപ്പോൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നീടല്ലോ ബാക്കിലത്തെ പൂക്കളൊക്കെ തലയും കുത്തി കിടക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യണേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് 3.20 പീസായിരുന്നു കേട്ടോ. 165 രൂപക്ക് നമ്മളന്ന് വാങ്ങിച്ചില്ലേ എറണാകുളത്ത് പോയപ്പോൾ. ആ ഒരു നൈറ്റി കടയൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല, അവിടെ നിന്ന് വാങ്ങിച്ച നൈറ്റി മെറ്റീരിയലാണ്. പക്ഷേ 3.20 ഉണ്ടായിരുന്നു. ഓർക്കാതെ വട്ടം അങ്ങോട്ട് വെട്ടിപ്പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ ഓർക്കാതെ വട്ടം വെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്ക് ലെങ്ത്ത് കുറയും. നമ്മുടെ ടോപ്പിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൈക്ക് ലെങ്ത്ത് കുറയും. അതേസമയം ഇങ്ങനത്തെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് കൈ അടിയിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് ഇതുപോലെ വെട്ടുകയാണെങ്കിൽ കറക്റ്റ് നല്ല ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത സ്ലീവ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ എന്ത് പറയാനാ, വെട്ടിപ്പോയില്ലേ. വെട്ടിപ്പോയാലും വീണോടെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അബദ്ധം പറ്റിയെന്ന് കാണിക്കരുത്. നമ്മളതൊരു മോഡലാക്കി എടുക്കുക, അവിടെയാണ് നമ്മുടെ വിജയം. കണ്ടോ, ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യാണ്. ഇനി ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് കൈ റെഡിയാക്കി എടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഷോൾഡർ, ഇനി കൈക്കുഴി. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്യുക. അളവുകളൊന്നും ഞാൻ പറയണില്ല, എപ്പോഴും എൻ്റെ അളവ് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്തു, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ബേസിക്കിൻ്റെ അടുത്ത ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്, ഓൺലൈൻ ക്ലാസ്സേ. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. 2 മാസത്തെ കോഴ്സാണ്, 2 മാസത്തേക്ക് കൊണ്ട് 1000 രൂപയാണ് കേട്ടോ ഫീസ്. അപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്തു, പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലിറ്റ് എത്രത്തോളം ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പടച്ചോനെ പണി പാളിയല്ലോ എന്ന്. ഇത്രയും ലെങ്ത് നമുക്ക് ആവശ്യമില്ലല്ലോ. നൈറ്റി എന്നുള്ളൊരു ബോധത്തിലാണ് ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കുർത്തി അടിക്കാനാണല്ലോ ഞാൻ വാങ്ങിച്ചതെന്നുള്ള. എൻ്റെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വേറെ ഉള്ളവരുടെ ആണെന്നെങ്കിൽ എനിക്ക് പണി കിട്ടിയാൽ പണി കിട്ടുമൊന്നുമില്ല. എന്നാലും നമ്മളത് ഞാൻ പറയില്ലേ, വീണോടെ വിഷ്ണുലോകം എന്ന് കാണിക്കണത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൈക്ക് അവിടെ നല്ല നീളത്തിൽ ഫുൾ സ്ലീവ് വരെ കിട്ടിയാനായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു, 22 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഹിപ്പ് പോർഷൻ ഇവിടെ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു തരാറുണ്ട്. ചെസ്റ്റിൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. വേസ്റ്റിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഹിപ്പിൻ്റെ കൂടെ 1 ആഡ് ചെയ്യരുത്, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ കേട്ടോ. എന്നിട്ട് ഹിപ്പിന് കിട്ടിയ തയ്യൽ തുമ്പടക്കം കിട്ടിയതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് താഴത്തെ മാർക്കും. ഇത്രേ ഉള്ളൂ ചുരിദാറിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ചുരിദാർ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ കുർത്തി തയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ലൂസ് ഇട്ട് തയ്ക്കുക, അതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ പല മോഡൽ കുർത്തികൾ ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിമ്പിൾ മോഡലാണ് കേട്ടോ. ഈ മോഡലിൻ്റെ പേരെന്താണെന്നറിയോ, അബദ്ധം പറ്റിയ മോഡലിന്. പക്ഷേ ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തയ്ക്കുമ്പോൾ ചിലപ്പോഴേക്കും ഇങ്ങനെ അബദ്ധം പറ്റണത് ഞാനത് നല്ല രീതിയിലൊക്കെ ഇതാക്കി റെഡിയാക്കിയൊക്കെ എടുക്കും. പക്ഷേ അങ്ങനത്തെ ഓർഡർ പിന്നെ വരൂടാ. അപ്പോൾ നമ്മളാ ചെയ്യണ ആ ഒരു മോഡലൊക്കെ ഇല്ലേ, അതുപോലെ ചോദിച്ചിട്ട് ആൾ വന്നിട്ടുണ്ട്. അത് അന്ന് തയ്ച്ച പോലെ തയ്ക്കണം, ആ മോഡൽ തയ്ക്കണം, അത് കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായി, എവിടെ തയ്ച്ചതാണെന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അബദ്ധം സുബദ്ധം ആവണത് അപ്പോഴാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ പേടിച്ച് അയ്യോ ഇതിങ്ങനെ പറ്റിപ്പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കരുത്. അതിൽ നിന്ന് എങ്ങനെ നമ്മൾ തയ്യൽ പഠിച്ച് തുടങ്ങണവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ ഇത്. ചിലപ്പോൾ കൈക്കുഴി വെട്ടുമ്പോഴേ ഫ്രണ്ടിലും ബാക്കിലും കൈക്കുഴിയും കൂടെ ചേർത്തങ്ങോട്ട് വെട്ടിപ്പോവും. എനിക്കൊക്കെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കഴുത്ത് വെട്ടുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ കഴുത്തും വെട്ടി വെക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ബാക്കിലെ മോഡലൊക്കെ ആക്കി എടുക്കും, അടിപൊളിയൊക്കെ ആക്കി എടുക്കും. ഇതിപ്പോൾ കൈ എടുക്കാതെ നമ്മൾ ബോഡി പാർട്ട് വെട്ടിയെടുത്തു. ആദ്യം വട്ടം വെട്ടിപ്പോയി, അതാണ് ഇപ്പോൾ പ്രശ്നമായത്. അപ്പോൾ ബോഡി പാർട്ട് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നേ ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ. നല്ല മെറ്റീരിയൽ, നല്ല ഭംഗിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും, പഠിച്ചോനി തയ്ച്ചിനി എങ്ങനെയാവുമെന്ന്. തയ്ച്ച അടിപൊളിയാവും കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ കേട്ടോ. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ കാണുന്ന നമ്പറാണ്. അടിപൊളി ക്ലാസ്സാണ്, മിസ്സാക്കരുത്. നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ക്ലാസ്സിലുള്ള ആരെങ്കിലും വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മിസ്സാക്കരുത് കേട്ടോ.
ഇത് ഫ്രണ്ട് കൈക്കുഴി ഞാൻ കുഴിച്ച് വെട്ടി. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. നമുക്ക് കൈ റെഡിയാക്കണം. കൈക്കാണല്ലോ നമുക്ക് അബദ്ധം പറ്റിയത്. ബോഡിയൊക്കെ ഓക്കെ, ബോഡിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഇറക്കം. അപ്പോൾ നോക്കിയേ, ഞാൻ ഇത്ര ചെറിയ കൈ വീട്ടിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പുറത്തേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല നീളമുള്ള കൈയാണല്ലോ ഇടണം. ഒരു 3/4 എങ്കിലും ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അളന്ന് നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, കൈക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ബാലൻസിങ്. ഇത് 2 പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിവിടെ ഒരു ബോർഡർ വെച്ച് കൊടുക്കാം. ചുമ്മാ ഒരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. സൈഡിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൊലക്കേടായിരിക്കും. അപ്പോൾ പ്രിൻ്റ് നോക്കിയപ്പോൾ പ്രിൻ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് സൈഡിലത്തെ വെക്കുമ്പോഴത്തേക്കും അത് ചരിഞ്ഞൊക്കെ ഇരിക്കൂലേ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പിന്നെ നിങ്ങൾക്ക് ബോട്ടം ഉള്ള ചുരിദാറാണെങ്കിൽ ബോട്ടത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഒരു 4 ഇഞ്ച് 2 മടക്കിയിട്ട് 4 ഇഞ്ച് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. മറ്റേ 2 പീസെന്ന് ഞാൻ പറഞ്ഞില്ല, അതിലൊരു പീസിൻ്റെ കേട്ടോ. എന്നാൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ഓപ്പൺ ഭാഗം നമ്മുടെ ഈ കൈയിനോട് ചേർത്ത് വെച്ചു. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ചു. അപ്പോൾ ഇത് 2 പീസാണ്, രണ്ടും 2ആക്കി മടങ്ങി കിടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നിവർത്തുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ കൈ വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ അതെ നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ച് ഓപ്പൺ ഭാഗത്ത് മൈനസ് ചെയ്യാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കേട്ടോ. എന്നിട്ട് ഇതാ കൈ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അബദ്ധം പറ്റിയില്ലെങ്കിൽ ഈ ഒരു മോഡൽ നല്ലതാട്ടോ. കൈയൊക്കെ ചെയ്യുമ്പോൾ കൈ നമ്മൾ ശരിയാക്കി. ഇനി കൈ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത്തിരി കട്ടിയുണ്ട്. 2 കൈക്കുള്ള പീസ് അവിടെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതാ ഇവിടെയും കൂടെ വെട്ടി റെഡിയാക്കി എടുക്കാം. തയ്ക്കുന്നത് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. അതല്ലാതെ വേറെ 2 കാര്യങ്ങളും കൂടെ കാണിച്ചു തരാനുണ്ട്. ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ദാ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമുക്ക് നമ്മുടെ ദാ ഇങ്ങനെ നിവർത്തിയെടുത്തിട്ട് മടക്കി നമ്മുടെ കൈൻ്റെ തുമ്പത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല ഗ്ലാമർ കൈയാവും. കണ്ടോ, അപ്പോൾ ഇത് വെക്കണം എങ്ങനെയാണെന്ന് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ടെൻഷൻ പകുതി മാറിയിട്ടുണ്ട്. കൈക്ക് ലെങ്ത്തും കിട്ടി, മോഡലുമായി. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധം അല്ലാതാക്കി മാറ്റണമെങ്കിൽ ഇതുപോലുള്ള പണികൾ ചെയ്യണം കേട്ടോ. ഇത് ഞാനേ ഒരു മൈലാഞ്ചി ഓർഡർ ചെയ്തതാണ്. നമുക്ക് നമ്മുടെ ഞങ്ങൾക്ക് ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് റംഷാദ് സാറിൻ്റെ അതിൻ്റെ അകത്തൊരു യൂട്യൂബർ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ മൈലാഞ്ചി. ഇത് ഇട്ട് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് പറയാം. എങ്ങനെ എടുക്കണേന്ന് നോക്കട്ടെ. പൊട്ടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ. 2-3 ദിവസമായി വന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ. അപ്പോൾ ഇത് രണ്ടും നഖത്തേലിടാനായിട്ടുള്ള ഇതാണ്. ഇത് ഒരു സാധനം കണ്ടല്ലോ ഒന്ന്. ഇതേ നമ്മൾ ഹെന്ന മുടിയിൽ ഹെന്ന ചെയ്യുമ്പോൾ തലയിലിടേണ്ട കവറാണ് കേട്ടോ. അതൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്ലൗസ് ഉണ്ട്, ഹെന്ന ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ടേ ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ. അപ്പോൾ ഹെന്ന എല്ലാം മിക്സ് ചെയ്ത് കറക്റ്റാക്കിയാണ് വന്നേക്കണത്. തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് കേട്ടോ നഖത്തിലിടണ മൈലാഞ്ചി. അപ്പോൾ എൻ്റെ ഈ കോലം കെട്ട കൈ എങ്ങനെയാണ് കോലമുള്ള കൈയാക്കി മാറ്റണമെന്ന് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ കൈയൊക്കെ ഒന്ന് സുന്ദരനാക്കി എടുക്കണം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ മൈലാഞ്ചിയുടെ അഡ്രസ്സ്. ഇട്ട് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഞാൻ വിവരം പറയാം. അപ്പോൾ ഈ നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്ലാതെ ഇപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇട്ടതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്നെ തലയിലും കൂടെ തേച്ച് നോക്കട്ടെ. പിന്നെ അടുത്തത് നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. നൈറ്റി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റേക്ക് നൈറ്റി മടക്കണം എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടെ. ഇപ്പം ബിസിനസ് ചെയ്യണവർക്കൊക്കെ മനസ്സിലാവും. ഇതുപോലെ 2ആക്കി മടക്കുക. എന്നിട്ട് ഇങ്ങനെ ഷോൾഡർ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. കറക്റ്റായിട്ടൊന്ന് തടവി കൊടുക്കുക. തേക്കാൻ പറ്റണവർ തേച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ടേക്കും മടക്കി വെക്കുക. ഇത് ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങ് മടക്കുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നൈറ്റി പാക്ക് ചെയ്യുമ്പോൾ മടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കവർ എടുത്തിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ ഫാരിസ നാസറിൻ്റെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. DTDC വഴിയാണ് പോസ്റ്റ് ചെയ്യണത്. ഫാരിസൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതവിടെ കിട്ടും കേട്ടോ. കുറച്ചൊന്ന് വൈകിപ്പോയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിലാണെങ്കിലും ക്രിസ്മസിൻ്റെ തിരക്കായിരുന്നു.
പിന്നെ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇതൊന്ന് അയക്കാനൊക്കെ നേരം കിട്ടിയില്ല. അപ്പോൾ അതാ ഞാൻ പാക്ക് ചെയ്തു. ഇനി അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഇന്ന് ഞാൻ അയച്ചേക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു നല്ല വർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു.